മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. ആ അവതരിച്ചത് അദ്ദേഹം സാധാരണ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മഹാവിഷ്ണു ഒരു അസുരനെ പിടിച്ച് അദ്ദേഹത്തിന്റെ കുടൽമാല കടിച്ചു വലിക്കുകയാണ്. ആ കടിച്ചു വലിക്കുമ്പോൾ ആ മാംസവും മലവും എല്ലാം ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ആ ഉള്ളിൽ ചെല്ലുമ്പോൾ അതൊരു ഭക്തന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ചെയ്യുന്നത്. ആ ഇത് വയറ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ പാനകം ഭഗവാന് കൊടുക്കുന്നത്. ആ പാനകം തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ പാനകം വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ്. ഇത്രയാണ് ശരിക്കും വഴിപാടിന്റെ. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ശ്രീ തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. മനോഹരമായിട്ട് പാടത്തിന്റെ നടുവിലുള്ള പ്രകൃതിരമണീയമായ ഒരു ക്ഷേത്രമാണിത്. ഇത് പാലക്കാട് ജില്ലയില് ചെർപ്പുളശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടില് തൂത ഷാപ്പുംപടി, അവിടെ നിന്ന് ഒരു മുകളിലേക്ക് റോഡ് വരുന്നുണ്ട്. അതിലൊരു 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നമുക്കെത്താം. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഞാൻ ഇപ്പോൾ 260 ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അതൊക്കെ നിങ്ങൾ അത്യാവശ്യം ഷെയർ ചെയ്ത് കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം അതുപോലെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്ത അമ്പലങ്ങളിലേക്ക് ഓടാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം. ഓക്കെ. ഹരി ഗുരുവായൂരപ്പ ശരണം. എൻ്റെ പേര് നാരായണൻകുട്ടി. തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെ പറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠാ പൂജാവിധികളെ പറ്റി എല്ലാ കാര്യങ്ങളും പുറം ലോകം ഹിന്ദു സനാതന ധർമ്മത്തിന്റെ പൊരുൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ ഒരു യൂട്യൂബറായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സദുദ്യമത്തിന് ഭഗവാനെ മനസ്സാ സ്മരിച്ചും കൊണ്ട് അകൈതവുമായ നന്ദി വ്യക്തിപരമായിട്ടും അതിലുപരി ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് എല്ലാ അംഗങ്ങളും ഇതിനെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏകദേശം 1982 ആദ്യമായിട്ടൊരു ദേവപ്രശ്നം കഴിച്ചത്. അന്ന് വളരെ ജീർണാവസ്ഥയിലായിരുന്നു ക്ഷേത്രം. എല്ലാം കൊണ്ടും നശിച്ചു പോയിട്ട ഒരവസ്ഥയായിരുന്നു. പൂജപാത്രങ്ങളില്ല, നിവേദ്യച്ചെമ്പില്ല, ശാന്തിക്കാരനില്ല, വാദ്യത്തിനൊരു ചെണ്ടില്ല, എല്ലാം കൊണ്ടും അതപ്പതിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റിയും ഇതിന്റെ തന്ത്രികളും തയ്യാറായത്. അങ്ങനെ ദേവപ്രശ്നം കഴിച്ചു. അദ്ദേഹത്തിന്റെ കീഴില് കുമാരസ്വാമി ഭട്ടതിരിപ്പാടാണ് നാരായണമംഗലത്ത് ആമയൂര്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഇപ്പോഴത്തെ തന്ത്രി രാമൻ ഭട്ടതിരിപ്പാടും. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴില് പ്രശ്നം കഴിപ്പിച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രത്തിന് ഒരു ജീർണോദ്ധാരണത്തിന്റെ പദവിയും അതുപോലെ തന്നെ അന്നാണ് ഇതിന് ചെറുതായിട്ട് ഒരു തുടിപ്പും വന്നത്. ജനങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ ഇത് വാങ്ങി പിടിയേരി ഫണ്ടൊക്കെ സ്വരൂപിച്ച് കുറേശ്ശെ പണം തന്ന് അതുപോലെ തന്നെ ഓരോ ദിവസത്തെ പൂജ ഓരോരുത്തർ ഓഫർ ചെയ്ത് ചെറിയ രീതിയിലാണ് അന്ന് ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. ദേവസ്വം ബോർഡിൽ നിന്നാണെങ്കിൽ യാതൊരു വരുമാനവുമില്ല. 10-25 വർഷക്കാലമായിട്ട് ദേവസ്വം ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീമാൻ മലമാക്കളത്തിൽ കേശവൻ നായരാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ അന്ന് നടത്തിപ്പോന്നിരുന്നത്. അദ്ദേഹം പരമാവധി ദേവസ്വത്തിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനും ചെല്ലുമ്പോൾ 1 കൊല്ലം 2 കൊല്ലമൊക്കെയാണ് ഓരോരുത്തർക്കും ശാന്തിയുടെ പൈസ കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ക്ഷേത്രം നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് വാർദ്ധക്യമായി കേശവ മാഷ് കേശവദാസ് എന്ന് പറയുന്ന അദ്ദേഹം ചെയർമാനായിട്ടാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ പുരോഗതിയുടെയും തുടക്കം. ജനകീയ കമ്മിറ്റി കൂടി ക്ഷേത്ര ജീർണോദ്ധാരണം നടത്തി വലിയൊരു തുക ആദ്യം ക്ഷേത്രത്തിന്റെ പ്രവർത്തനം വേണ്ടി സ്വരൂപിച്ചു. രണ്ടാമത് വീണ്ടും ആ സദുദ്യമം വളരെ ഭംഗിയായി നിറവേറ്റിയപ്പോൾ ശ്രീകോവിലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് പുറമെ പ്രസാദകൂട്ടങ്ങളുടെ സഹാര്യങ്ങള്, അതുപോലെ തന്നെ നടപ്പന്തല്, കരിങ്കല്ല് വിരിക്കല്, ഇന്ന് എല്ലാ രീതിയിലും ഏകദേശം വലിയ ഒരു നല്ല ക്ഷേത്രത്തിന്റെ ഏഗ്രേഡ് ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ശാന്തി അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവേദ്യങ്ങള്, പ്രസാദങ്ങള്, പുഷ്പാഞ്ജലികള്, അർച്ചനകള്, വിശേഷ പൂജകള് എല്ലാം വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നടത്തപ്പെടുന്നു. അതും മിതമായ നിരക്കിൽ ഭക്തജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും
പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ പുരോഗതിക്ക് നട്ടല് എന്ന് പറയാൻ ഇതിന്റെ നർബാല കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന രവികുമാർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എടുത്തു പറയത്തക്കതാണ്. അദ്ദേഹം ഒരു മിലിറ്ററി പെൻഷൻകാരനാണ്. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് അകമഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനമാണ് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രത്തിന് എത്തിച്ചേരാൻ പ്രധാന കാരണം. ആ ഭക്തജനങ്ങളോടും ഈ സതുദ്യമം പുറം ലോകത്തെ അറിയിക്കാൻ അങ്ങെടുത്ത ഈ സഹായത്തിനും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രത്യേകം സകല സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, തൃക്കോവിലപ്പാ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ തോട്ടത്തിൽ ശ്രീകുമാരൻ നായർ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ക്ഷേത്രത്തിന്റെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെ കൊണ്ടാണ്. ഉത്സവാഘോഷങ്ങളെ പറ്റിയിട്ട് ഒന്ന് രണ്ട് വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ അഷ്ടമി രോഹിണി വിശേഷമാണ് ഇവിടെ വളരെ വിശേഷമായി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ത്രികാല പൂജ നടത്തുന്നുണ്ട്. താന്ത്രി പൂജയാണ് അന്നേക്ക് നടക്കുന്നത്. അതിനുശേഷം ശ്രീകൃഷ്ണാവതാരം ഭാഗവതം പാരായണം ചെയ്യാൻ ഇപ്പൊ ഈയിടെ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം നിറമാല, ചുറ്റുവിളക്ക്, മറ്റുള്ള പരിപാടികൾ, ഭജന, അതിനുശേഷം നൃത്തനൃത്യങ്ങൾ കുട്ടികളുടെ അന്ന് വളരെ കേമായിട്ട് ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 12 മണി കൃഷ്ണന്റെ ജന്മ സമയം വരെ ഏകദേശം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ചിങ്ങമാസത്തില് അത് കഴിഞ്ഞു പിന്നെ കന്നി, തുലാമാസത്തില് തിരുവോണോട്ട് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഉത്സവമായിട്ട് പണ്ട് പുരാതന കാലം മുഴുക്കെ നമ്മൾ കാരണം എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വളരെ കേമമായി ആഘോഷിക്കുന്നുണ്ട്. തിരുവോണ സദ്യ, തിരുവോണോട്ട എന്ന് പറയും. നമ്മളെല്ലാവരും ദേവതൻ പ്രസാദം കൂട്ട് വളരെ കേമായിട്ട് നടക്കുന്നുണ്ട്. വൃശ്യമാസം, വൃശ്യമാസത്തിലെ ഗുരുവായൂർ ഏകാദശിയാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. വളരെ കേമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു വരുന്നത്. നമുക്ക് ഓർമ്മയ്ക്ക് വെച്ചപ്പോൾ അതിന് ക്ഷേത്രം ഉണ്ടായ മുതൽക്കേ അന്ന് നടന്നു വരുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴും അതിഗംഭീരമായി നമ്മൾ ഈ ജീർണോദ്ധാരണ എല്ലാ പരിപാടിയും നടത്തിയതിനു ശേഷം ഇപ്പൊ നടത്തുന്നുണ്ട്. അന്നേ ദിവസം ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അഖണ്ഡ നാമയജ്ഞം കൂടി നടത്തി വരുന്നുണ്ട്. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അഖണ്ഡ നാമയജ്ഞം എല്ലാ ഭക്തജനങ്ങളും അതിലും 100 കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കാനുള്ളത് നല്ല സന്തോഷമേതം അറിയിക്കുക ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതിനുശേഷം അന്ന് എല്ലാ ഭക്തജനങ്ങളും അധികം ഗുരുവായൂർ ഏകാദശി ആയതിനാൽ ഏകാദശിക്ക് അനുസൃതമായിട്ടാണ് അന്ന് പ്രസാദൂട്ട് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാതരം ഇതിലുള്ള ദിവസവും ഏകാദശി വ്രതമുള്ളവർക്കും എല്ലാവർക്കും പങ്കെടുക്കുന്ന വിധത്തിൽ അന്നേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ വൃശ്യമാസം 1-ാം തീയതി മുതൽക്ക് ശബരിമലയിലെ മണ്ഡലകാല ആരംഭത്തോടനുബന്ധിച്ച് ഇവിടെ ദിവസേന പൂജ വളരെ കേമായിട്ട് നടത്താറുണ്ട്. ഇവിടുത്തെ നിത്യപൂജ എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 9:30 മണി വരെയാണ് നിത്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ വിശേഷ ദിവസങ്ങളിലും മറ്റുള്ള എല്ലാ മലയാള മാസം 30 വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരവും വിശേഷ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനും പുറമെ വേറെ ആരെങ്കിലും സ്പെഷ്യൽ പൂജ കഴിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അന്നും പ്രത്യേകമായിട്ട് പൂജകൾ നടത്തി വരാം. മാസം 1-ാം തീയതി ആരംഭിച്ചതിന് ശേഷം കർക്കിടക മാസം പൂർത്തിയാകുന്നത് വരെ സമ്പൂർണ്ണ രാമായണം ഇവിടെ ചെയ്യുന്നുണ്ട്. ആവുന്നതും ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. വന്നാലും വന്നില്ല നമ്മളത് മുടക്കാതെ ഇതുവരെ ഒരു 5-8 കൊല്ലമായി, ഒരു 10 കൊല്ലത്തോളമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നടന്നു വരുന്നുണ്ട്. അത് അതിവിപുലമായി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കേമായിട്ട് പഞ്ചാര സ്പെഷ്യൽ പായസം ഇതെല്ലാം ചെയ്ത് പ്രസാദങ്ങളും ചെയ്ത് വളരെ വിപുലമായി ദൈവാനുഗ്രഹത്താൽ ഇന്നും നടത്തി വരുന്നുണ്ട്. ശ്രീ തൃക്കോവിലപ്പാ ശരണം. നമ്മൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ 5000 വർഷം പഴക്കമുള്ളതും ഏതോ ഒരു മനയിലോ കുടുംബത്തിലോ പൂജിച്ചിരുന്നതുമായ ഈ പ്രതിഷ്ഠ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായി. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം നരസിംഹം മൂർത്തി പ്രഹ്ലാദന് ദർശനം കൊടുത്ത ഒരു വിശ്വരൂപമാണ് എന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര നല്ല വിശിഷ്ടവും നല്ല ശക്തവുമായ
ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ ചതുർബാഹുരൂപൻ എന്നാണ് അവര് പ്രശ്നത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല ശക്തിയാണ്. കാരണം ഞാൻ ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ചെയർമാനാണ്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ പല ആശങ്കകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു മെയ്യായി, ഒരു മനസ്സായി, എല്ലാം കൊണ്ടും ഒപ്പം നിന്ന് ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും വിഘ്നം കൂടാതെ നടത്താൻ സഹായിച്ചത് ഈ ഭഗവാന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരു പരമഭക്തനാണ് ഞാൻ ഒരു നിമിത്തം മാത്രമായിരുന്നു. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 2016 മുതൽ ഇവിടെ ഞാൻ ട്രസ്റ്റ് ബോർഡിൽ അംഗമായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ ജീർണോദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഇത് തുടക്കം കുറിച്ചത്. ഇതിൽ ഓരോ ഘട്ടത്തിലും ശാരീരികമായും മാനസികമായും തളർന്നിരുന്ന ഘട്ടത്തിൽ എന്നെ പ്രചോദനം തന്ന് രാത്രിയും പകലും ഉറക്കമില്ലാത്ത പല രാത്രികൾ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ധൈര്യം തന്നത് ഈ ഭഗവാന്റെ വിശ്വാസത്തോടുള്ള അമിതമായ വിശ്വാസവും ആ ശക്തിയുമാണെന്ന് ഞാൻ പറയാം. പല രാത്രികളിലും ഉറക്കം വരാതെ ഉറക്കം ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് എൻ്റെ ക്ഷീണവും മറ്റതൊക്കെ മാറ്റി തന്നത് ഈ ശക്തിയുടെ പ്രഭാവമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇപ്പൊ ഈ അടുത്ത് തന്നെ ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. നല്ലൊരു ബജറ്റായിരുന്നു അത്. 15 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഈ പ്രവർത്തനത്തിന് തുലോം 150 വീടുകളുള്ള ഈ സ്ഥലത്ത് ഗ്രാമീണമായി റിമോട്ട് ഏരിയയിലുള്ള ഈ ഭാഗത്തുനിന്ന് ഇത്രയും രൂപ സ്വരൂപിക്കാൻ പ്രയാസമാണ് എന്ന് പലരും പറഞ്ഞുവെങ്കിലും എന്നാൽ എൻ്റെ ഒപ്പം നിന്ന കുറച്ചു പേർ എനിക്ക് ധൈര്യം തരുകയും ഭഗവാൻ എന്നെ തുണയ്ക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി എനിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ വലിയ ഒരു അസുഖത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ ഭഗവാന്റെ കൃപ കൊണ്ടാണ്. കാരണം പെട്ടെന്ന് ഈ വർക്കിനിടയിൽ തന്നെ എനിക്ക് അറ്റാക്ക് സംഭവിക്കുകയും അത് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വീണ്ടും ഇതിലേക്ക് വരാൻ എന്നെ പ്രാപ്തനാക്കിയതും ഈ ഈശ്വര കൃപയാൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്നും എപ്പോഴും ഇതിൽ ഭയങ്കര വിശ്വാസമാണ്. ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും അവരുടെ അഭീഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതിന് ഈ ഭഗവാനെ വേണ്ട വിധത്തിൽ നമ്മൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എൻ്റെ അനുഭവത്തിലൂടെ എനിക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു. കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വഴിപാടിന്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നത് നമ്മളെ മേശാന്തിയോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായും വ്യക്തമായും പറയും. പിന്നെ ഇവിടെ രവികുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ട്രസ്റ്റ് ബോർഡ് മെമ്പറാണ്. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ട്രസ്റ്റ് ബോർഡില്. ഒന്ന് രവികുമാർ, ഒന്ന് രാമദാസ് വാപ്പാല, മൂന്നാമത്തത് പിന്നെ സജീഷ് ഉഷസ്. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ട്രസ്റ്റ് ബോർഡ് അംഗമായിട്ടുള്ളത്. അതിൽ ചെയർമാനായി വീണ്ടും എന്നെ ഇവര് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം പിന്നെ എന്താണ് അതിന് ഞാൻ നിയുക്തനാവാൻ കാരണം ചിലപ്പോൾ ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു കാര്യങ്ങൾ പറയാൻ മറ്റുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പ്രധാനമായും ഇതിലെ ഈ പ്രവർത്തനം നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്നതിന് ഞാൻ 1-2 നടപടികൾ അല്ലെങ്കിൽ ഇവിടെ സ്വീകരിക്കുകയുണ്ടായി. ഒന്ന്, ആദ്യമായിട്ടൊരു വെൽഫെയർ കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. ആഘോഷ കമ്മിറ്റി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതിനെ നിർമ്മാണ കമ്മിറ്റി എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഞങ്ങള് വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിക്ക് ഓരോ ചുമതലകൾ ഏൽപ്പിക്കുകയും അവർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നല്ല പ്രവർത്തനത്തിലൂടെ ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ക്ഷേത്രത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനും ഒക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മാതൃസമിതിയുടെ പ്രവർത്തനം
ശ്ലാഘനീയമാണ്. നമുക്ക് പറഞ്ഞാൽ പറ്റില്ല. കാരണം അവരും നമ്മൾ കരുതുന്ന പോലെയല്ല, നല്ല സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും ചെല്ലുമ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സപ്പോർട്ടായിരുന്നു. അത് നമുക്ക് ഇതിന്റെ ഈ ഉന്നമനത്തിന് വലിയൊരു കാരണമായി. ശരി, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. തോട്ടത്തിൽ ശ്രീദേവിയമ്മ. എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നത്. 10 വയസ്സ് മുതൽ 83 വയസ്സ് വരെ ഉള്ള അനുഭവമാണ് പറയണത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ഭഗവാനാണ് ഈ നരസിംഹമൂർത്തി. അത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടെല്ലാവരും ഇത് പരസ്യപ്പെടുത്തുന്നത്. ഞാൻ എവിടെ വിളിച്ചുവോ അവിടെ ആ നരസിംഹമൂർത്തി എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതം മുതൽക്ക് യാതൊന്നിനും കൊളരുതാത്ത ഒരാളായിരുന്നു. അതിനെ പ്രാർത്ഥിച്ച് നിവർത്തിച്ച് കൊണ്ടുവന്ന് ഈ നരസിംഹമൂർത്തി ഭഗവാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് പരമസുഖാണ്. പക്ഷെ ഒരു ദിവസമെങ്കിലും ഞാൻ വിഷ്ണു സഹസ്രനാമം, വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ലളിതാ സഹസ്രനാമം ചെല്ലാത്ത ദിവസമില്ല. അത് ഈ നരസിംഹമൂർത്തിയെ പ്രതീക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ തൃക്കോവിൽ ക്ഷേത്രത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഐഡന്റിറ്റി ഉള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഈ വീട്ടിക്കാട് പ്രദേശത്ത് ഞങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ ഏത് നെറ്റ് പോയാലും എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് ജനങ്ങളതൊരു ആവേശത്തോട് കൂടിയിട്ട് ഇത്രയും വലിയ കർമ്മം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കേശവദാസിന്റെ നേതൃത്വത്തിലും അതുപോലെ രവിയേട്ട പിന്നെ എല്ലാവരും ഒരു 10-20 പേര് എന്ത് വിളിച്ചാലും വിളിപ്പുറത്ത് പോലെ വന്ന് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണമാണ് ഇത്. ഞങ്ങളെല്ലാവരും കുട്ടിക്കാലത്ത് ഭയന്നിരുന്നു. കാരണം വലിയൊരു അമ്പലം, ആ അമ്പലത്തിൽ അത് നേരേക്കാൻ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് സാധിക്കുമോ, ആര് മുന്നോട്ട് വരും, അത്രയും ഭയന്നിരിക്കുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു. ഈ കുളമൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നേരെ മറിച്ച് ഇതിന് വേണ്ട സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലമൊക്കെ ഇവിടുത്തെ ഭക്തർ വാങ്ങിയിട്ട് ആ ഊട്ടുപുര ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ ഊട്ടുപുര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും ഇത്രയും നല്ലൊരു ജീർണോദ്ധാരണം നടത്തി അത് ഇവിടുത്തെ എല്ലാവിധ ജനങ്ങളും ഒരു ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു സാമ്പത്തികമായിട്ടോ ഇതായിട്ടോ ഉള്ള ആൾക്കാരല്ല. പക്ഷെ എല്ലാവരും ഒരു കൊടക്കഴിൽ നിന്ന് ഒരു നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പൊ ഇവിടെ മാതൃസമിതിയും അതേപോലെ വെൽഫെയർ കമ്മിറ്റിയും പണ്ട് പിന്നെ നിർമ്മല കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം നടത്തി അതിലെല്ലാം ഇവിടുത്തെ യുവാക്കൾ തൊട്ടിട്ട് എല്ലാ ആൾക്കാരും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിന്റെ ഒരു പിന്നെ ആകാംക്ഷയോട് കൂടിയിട്ട് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് സ്ഥിരം പൂജാരികളും പിന്നെ നന്നായിട്ട് ഫുൾ ടൈം ചെലവാക്കാൻ പറ്റുന്ന ജോലിക്കാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇവിടുത്തെ പുതിയ വന്നിട്ടുള്ള ഒരു വർത്തമാന കാലത്ത് വന്നത്. ഞങ്ങൾക്ക് എന്നാൽ തന്നെ വാഹന സൗകര്യങ്ങൾ ഈ ഭാഗത്തേക്ക് കമ്മിയാണ്. വാഹന സൗകര്യവും ഇതൊക്കെ ഉണ്ടായ ഈ ക്ഷേത്രം നല്ലൊരു ഐശ്വര്യത്തിൽ പെടും. ഈ ക്ഷേത്രത്തിൽ നല്ലവിധ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നല്ല പിന്നെ എല്ലാവരും ഒത്തൊരുമോട് കൂടിയിട്ട് യാതൊരു കച്ചറയും യാതൊരു ലഹളയും ഇല്ലാണ്ട് നന്നായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. മേൽശാന്തിയാണ്. ഇത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദേവനെ പറ്റി തന്നെയാണ്. ശരിക്ക് ഞാൻ ഫെബ്രുവരി മുതലാണ് ഇവിടെ ചാർജ് എടുത്തത്. ഇപ്പൊ ശരിക്കിത് മഹാവിഷ്ണുവിന്റെ തന്നെ നമ്മള് ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം പ്രഹ്ലാദനോട് പ്രഹ്ലാദൻ ആരാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ രൂപം കാണിച്ചു കൊടുക്കണം. മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു രൂപം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ദേവൻ എന്ന് പറഞ്ഞാല് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ തൊഴുകുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. നരസിംഹ രൂപമാണ്. ആ നരസിംഹ രൂപത്തിന്റെ ഏറ്റവും ഒരു ഉഗ്രരൂപമാണ് ശരിക്കും. ആ ഉഗ്രരൂപത്തിന്റെ കണ്ണിൽ കാണുന്ന ശാന്തത അത് നരസിംഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആ ശാന്തത എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഭക്തനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈകളിൽ കൂർത്ത നഖങ്ങളാണുള്ളത്. അത് കൊള്ളാതെ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ശരിക്കും ധ്രുവനും അതുപോലെ തന്നെ പ്രഹ്ലാദനും മഹാലക്ഷ്മി ഇരുന്ന മടിയിലേക്ക് നമ്മളെ ഇരുത്തുകയാണ് അദ്ദേഹം. അത്രയും കരുതലുള്ള ഒരു ദേവനാണ് ശരിക്കും അദ്ദേഹം. ഇതിൽ നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, നമുക്കിപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഗൃണമോചന നരസിംഹ മന്ത്രമുണ്ട്, അതിൽ നമുക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
നരസിംഹത്തിന്റെ തന്നെ. അതുപോലെ തന്നെ ഒരു അസുഖമാണെങ്കിൽ ധന്വന്തരി നരസിംഹം, അങ്ങനെ നരസിംഹത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് നമുക്ക് ഉള്ളത്. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ നമുക്ക് ജാതകവശാലുള്ള പ്രശ്നങ്ങൾ അതിന് നമുക്ക് ഇവിടെ തന്നെ പരിഹാരം ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ വിശ്വസിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ അഭയം പ്രാപിക്കുക. നമ്മുടെ അഹങ്കാരം കളഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ കരുതലോടെ നമ്മളെ കാത്തു സൂക്ഷിക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ. ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ഭാവത്തിലുള്ള, അത് കാരണം വിഷ്ണുവിന്റെ ഭാവമാണ്, ചതുർഭാവ മഹാവിഷ്ണുവാണ്, നരസിംഹത്തിന്റെ ഇതാണ് ഭാവത്തിൽ നിൽക്കുന്ന ഒരു മഹാവിഷ്ണുവിന്റെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു ഫലപ്രാപ്തി നമുക്ക് കിട്ടും. ഇപ്പൊ ചൊവ്വാദോഷം, ചൊവ്വയുടെ അധിപൻ, അജ്ഞാചക്രത്തിന്റെ അധിപൻ, ഇതെല്ലാം നരസിംഹമാണ് ശരിക്കും. അതുപോലെ രാഹുവിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭക്തൻ അവിടെ വന്ന് നമ്മൾ തൊഴുത് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചാൽ അവിടെ വെച്ച് തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളൂ. ഇത് ശരിക്കും നരസിംഹം എന്നുള്ള രീതിയിൽ കഠിന പായസമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. കടും ചുവപ്പ് തെച്ചിപ്പൂ മാലയാണ് ഇഷ്ടം. അതുപോലെ നെയ്യ്, ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകളായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ പാൽപ്പായസം ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പൊ ഗുരുവായൂർ തന്നെ ഉണ്ണികൃഷ്ണനാണ് അവിടെ ഇത് ചെയ്യുന്നത്. പക്ഷെ കൃഷ്ണനല്ല, ചതുർഭാഗ മഹാവിഷ്ണു തന്നെയാണ്. പക്ഷെ കൃഷ്ണ എന്ന് വിളിച്ചത് പാൽപ്പായസത്തിന്. അതേപോലെ തന്നെ ഇവിടെ ആ പാൽപ്പായസത്തിന് പ്രാധാന്യമുണ്ട്. നരസിംഹത്തിന്റെ വഴിപാട് കഴുമ്പായസമാണ്. പിന്നെ അതുപോലെ പാനകം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഇതാണ്. വയറില് ഇതില് നമ്മൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. ആ അവതരിച്ചത് അദ്ദേഹം സാധാരണ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മഹാവിഷ്ണു ഒരു അസുരനെ പിടിച്ച് അദ്ദേഹത്തിന്റെ കുടൽമാല കടിച്ചു വലിക്കുകയാണ്. ആ കടിച്ചു വലിക്കുമ്പോൾ ആ മാംസവും ഇത് മലവും എല്ലാം ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ആ ഉള്ളിൽ ചെല്ലുമ്പോൾ അതൊരു ഭക്തന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ചെയ്യുന്നത്. ആ ഇത് വയറ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ പാനകം ഭഗവാന് കൊടുക്കുന്നത്. ആ പാനകം തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ പാനകം വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നതാണ്. ഇത്രയാണ് ശരിക്കും വഴിപാടിന്റെ. ഇത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ കൂടി ഈ ക്ഷേത്രത്തിന്റെ വിസ്തൃതിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് 42 സെന്റ് സ്ഥലത്താണ്. അതാണ് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. പിന്നെ ക്ഷേത്രക്കുളം, ഞങ്ങൾക്ക് വിശാലമായ ഒരു കുളമുണ്ട്. ആ കുളവും കുളവരമ്പും കൂടി 68 സെന്റോളം സ്ഥലം നമുക്കുണ്ട്. ആ കുളത്തിന്റെ ചുറ്റുമുള്ള പടവുകൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നതാണ്. ഇപ്പോൾ അത് വേരുകളും ചെറിയ മരങ്ങളും ഇതായിട്ട് നമുക്ക് കുറച്ച് അത് നാശത്തിന്റെ വക്കിലാണ്. അതിനെ പുനരുദ്ധരിക്കുന്നതിനായി ഞാൻ നബാർഡുമായി ബന്ധപ്പെട്ടു. ഞങ്ങളൊരു 60 ലക്ഷത്തിന്റെ പ്രൊജക്ട്, അതായത് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്യുകയും, അത് ക്ഷേത്രക്കുളമായത് കൊണ്ട് നബാർഡിൽ നിന്ന് കിട്ടാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മളെ ദേവസ്വം ബോർഡിനോ ഇതിനോ ഇത്രയും തുക തരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള വിവരവും എനിക്ക് ലെറ്ററിലൂടെ തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് സർക്കാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്ന് കിട്ടേണ്ടത് നാട്ടുകാരിൽ നിന്നും വാങ്ങിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഇതിലെത്തിയത്. പിന്നെ ശേഷിക്കുന്ന ഒരു അഗ്രശാല നിർമ്മിച്ചു. ആ സ്ഥലം ഞങ്ങൾ സ്പോൺസർ ചെയ്തതാണ്. നമ്മളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ടത് വന്നിട്ടില്ല. കാരണം എല്ലാവരും എന്ത് ചോദിച്ചാലും തയ്യാറാവുന്ന ഒരു മനസ്ഥിതി ഈ ഭഗവാനുള്ള വിശ്വാസത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഓരോ നമുക്ക് പ്രവർത്തനത്തിന്റെ മുന്നിലും നിസ്വാർത്ഥമായി, അതായത് പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന കുറെ യുവജനങ്ങൾ എനിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്കുള്ള ധൈര്യം. ആ ധൈര്യം സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിജയൻ നായർ തെക്കേട്ടിൽ. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ 1990 മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. നമുക്ക് പല അനുഭവങ്ങളും ഇവിടെ വന്നിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഒരു കഥ പറയണ മാതിരിയാണ്. അതായത് ഞങ്ങൾ എല്ലാ വർഷവും വൃശ്ചികമാസത്തിൽ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോവാറുണ്ട്. അതിനിടയിൽ ഒരു പ്രാവശ്യം ഒരു തവണ സാധാരണത്തെ അല്ലാത്ത വിധത്തിൽ ചിങ്ങമാസത്തിൽ ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചിട്ട്
നമ്മൾ കെട്ട് നടത്തു. ഒരു വ്യക്തിയുടെ ആവശ്യാർത്ഥമാണ് നമ്മൾ പോവാമെന്നുള്ള ഇതുണ്ടായത്. കെട്ട് നടത്തു. ഇവിടെ നമ്മൾ കാറിലാണ് പോകണമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ അഞ്ച് ദിവസമാണ് അവിടെ ശബരിമലയിലും ഈ ദർശനം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി കെട്ട് നിറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് വണ്ടി ഇല്ല എന്ന് പറഞ്ഞു. വണ്ടി വരും എന്ന് പറഞ്ഞ ആള് പോകുന്ന 5 മണി 6 മണിക്ക് പോകുന്ന നമുക്ക് 1 മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ ഈ വണ്ടിക്ക് ചെറിയ അബ്ദാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ വണ്ടി ഏതാ ഏൽപ്പിച്ചോടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിയില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരാളോട് ശബരിമലയ്ക്ക് പോരണം എന്ന് പറഞ്ഞൊരു കാറോ ആരോട് പറഞ്ഞാലും വരുമോ വലിയ ഒന്നും അറിയില്ല. മാനസികമായിട്ട് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയും ചെയ്തു. കെട്ടും നിറയ്ക്കൽ കഴിഞ്ഞു. ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ കെട്ടൊക്കെ നിറച്ചു. അങ്ങനെ പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് വണ്ടി ഇല്ലാത്തൊരവസ്ഥ വന്നത്. ഞാൻ സത്യത്തിൽ എൻ്റെ അന്നത്തെ മാതിരിയുള്ള ഒരു മാനസിക വിഷമം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചെർപ്പശ്ശേരിയുള്ള ഒരു ട്രാവൽസ് ഉണ്ട്, ശ്രീകൃഷ്ണ ട്രാവൽസ്. അവർക്ക് ഞാൻ വിളിച്ചു നോക്കി. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ വിജയേട്ട എവിടെയാണ് ഇപ്പോൾ, നിങ്ങൾ വേഗം വരും, ഒരു 6:30 ആകുമ്പോഴേക്ക് അയ്യപ്പൻകാവിൽ എത്തിയാൽ മതി, നമുക്ക് പോവാം എന്ന് പെട്ടെന്നൊരു ഇത് വന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി, അവിടെ പോയി സീറ്റൊക്കെ റെഡിയാക്കി കിട്ടി. ഞങ്ങൾ ശബരിമല പോയി പോന്നു. ഇത് നമ്മളുടെ ഒരു ചെറിയ ഒരു കാര്യമാണ്. എന്നാലും ഭഗവാൻ അത് നമുക്ക് നിവർത്തിച്ച് തന്നിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ രണ്ടാമത് 2002 ജനുവരി ആണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേൽക്കുന്നത്. 6 വർഷം, അതായത് 2008 വരെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. അത് നമുക്ക് ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ശബരിമലയ്ക്ക് പോയി യാത്ര ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന നമ്മുടെ സംഭാവനകളും ദക്ഷിണകളും എല്ലാം നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഉരുക്കൂട്ടി വെച്ച് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി എടുത്തത് ഞങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഇത് കഴിഞ്ഞത്. അത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തതായിട്ട് ഇവിടെ നമ്മുടെ ജീർണോദ്ധാരത്തിൻ്റെ സമയത്ത് ഞാനായിരുന്നു കൺവീനർ, ട്രസ്റ്റ് ബോർഡ് ചെയർമാനായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ 30 ലക്ഷത്തിലധികം പൈസ ഓരോരുത്തരും വന്ന് നമുക്ക് ഇന്നത് നമ്മൾ ചെയ്യാം, അതേമാതിരി തന്നെ ഇത് ചെയ്തു. അതേമാതിരി ഓരോ സ്ഥലങ്ങളും ഓരോരുത്തരുടെ സ്പോൺസർഷിപ്പിൽ ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ എന്താ പ്രധാനമായിട്ട് പറയാനുള്ള വെച്ചാൽ, ഇവിടെ 5 കമ്മിറ്റികളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഒന്നാമത്തേത് ട്രസ്റ്റി ബോർഡ്, രണ്ടാമത്തെ ആഘോഷ കമ്മിറ്റി, മൂന്നാമത്തേത് വെൽഫെയർ കമ്മിറ്റി, നാലാമത്തെ മാതൃസമിതി, അഞ്ചാമത്തെ പൂരാഘോഷ കമ്മിറ്റി. ഇങ്ങനെ ഈ 5 കമ്മിറ്റികളും ജാതിയോ രാഷ്ട്രീയമോ സമുദായമോ യാതൊരുവിധ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം എല്ലാവരോടും അതാണ് പറയാറ്. ഇവിടെ ധനികനും ദരിദ്രനും എല്ലാവരും, ഇന്ന സമുദായമാണോ ഇന്ന രാഷ്ട്രീയമാണോ ഇതൊന്നും ഞങ്ങൾ പരസ്പരം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പാടില്ല എന്നുള്ളത് കൂടി ഞാൻ പല സമയത്ത് പറഞ്ഞിരുന്നു. ആ ഇതിലാണ് പോകുന്നത്. മറ്റ് പ്രത്യേകമായിട്ട് വേറൊന്നും പറയാനില്ല. നമ്മുടെ മുമ്പ് എല്ലാവരും സംസാരിച്ചു. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.